രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തത് ഓർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിക്കാമോ? അവിടുത്തെ മഹത്വം വർണ്ണിപ്പാൻ, അവിടുത്തെ കൃപകൾ അനുഭവിപ്പാൻ, അവിടുത്തെ ശബ്ദം കേൾപ്പാൻ, ദൈവസന്നിധിയിലേക്ക് യഥേഷ്ടം കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും സമാധാനവും പ്രത്യാശയും കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. അവിടുത്തെ നാമത്തെ ഒന്ന് വാഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ്, ഞങ്ങളുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും അവിടെ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഈ പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ സഭയായി കൂട്ടി വരുത്തിയല്ലോ. അതിനുള്ള അവസരം അങ്ങ് തന്നതിനായി സ്തോത്രം. ആരോഗ്യം തന്നതിനായി സ്തോത്രം. സ്വാതന്ത്ര്യം തന്നതിനായി സ്തോത്രം. നിരാശയിലകപ്പെട്ടു പോകാതെ വണ്ണം പ്രത്യാശയോട് അങ്ങ് ഞങ്ങളെ നിർത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളിൽ പലരും രോഗസൗഖ്യം ആവശ്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ഉത്തരമരുളുന്ന തക്ക സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നതിനായി ആ ഭാഗ്യപദവി ഞങ്ങൾക്ക് സിദ്ധിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം അങ്ങ് ചെയ്ത നന്മകളെ ഓർത്ത്, അങ്ങയുടെ ഉപകാരങ്ങളെ ഓർത്ത്, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യോടൊന്നും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. അങ്ങയുടെ ആത്മാവ് തന്നെ സകല ശുശ്രൂഷകളെ നിയന്ത്രിക്കുമാറാകണമേ. ഹൃദയമായ അങ്ങയുടെ ദാസന്മാരിലൂടെ അങ്ങയുടെ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തുവാൻ കൃപ ചെയ്താട്ട് പ്രാർത്ഥനകരോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട് ഈ നല്ല കർത്താവിനെ സ്നേഹത്തോടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കഴിയുന്ന സ്തോത്രത്തോടെ അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ശേഷം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. 92-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 92. സാം നമ്പർ 92, 92-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങളും അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ല് പോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാവുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എൻ്റെ കണ്ണെൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മിലേക്ക് കുറിച്ച് കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അവസാനത്തെ വാക്യം ചേർത്ത് വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഈ വിശ്വസനായ ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ 3 വാക്യം ഒന്ന് നോക്കിക്കേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത് നല്ലത്, അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നത് നല്ലത്. അതെങ്ങനെ വേണം? 10 കമ്പിയുള്ള വാതിർത്തം കൊണ്ട്, വീണ കൊണ്ട്, ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ട് രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമ്മുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ദയയും അവൻ്റെ വിശ്വസ്തതയുമാണ് നമ്മെ നിലനിർത്തിയത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതും അതുകൊണ്ട് മാത്രമാണ്. ഈ നല്ല ദൈവത്തെ, അവിടുന്ന് നമ്മോട് കാട്ടിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് രാവിലെ ഏകാഗ്രതയോട് ദൈവസന്നിധിയിലായിരുന്നു അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണല്ലോ ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നത്. രാവിലെ തോറും അവൻ്റെ ദയയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതായ കാര്യം ചെയ്യുവാൻ ഭാഗ്യപദവി ലഭിച്ചവരാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അവൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പാപിക്ക് വേണ്ടി, ഈ നീചനായ മനുഷ്യന് വേണ്ടി അവിടുന്ന് തൻ്റെ പുത്രനെ, പരിശുദ്ധ കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ തൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രമാണത്തിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും തീർത്ത് അത് ആ നീതി എനിക്കും നിങ്ങൾക്കും കണക്കിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്കതാ ഓർക്കാനുള്ളത്. ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ,
മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനെയും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനെയും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും ഹല്ലേലൂയ. എന്തു നൽകും ഞങ്ങൾ പകരമായി തുല്യമായ ഒന്നുമില്ല കർത്താവേ. എന്തു നൽകും പകരമായി തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ ഹല്ലേലൂയ. സ്വർഗം കാട്ടിയ അത്ഭുതം. ഹല്ലേലൂയ. മരക്കുരിശിന്മേൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ദൈവസ്നേഹം. നിത്യസ്നേഹമേ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ നന്ദിയോടെ
സ്തുതിക്കാം. അവന്റെ സ്നേഹത്തെ ഓർത്ത്, അവന്റെ യാഗമരണത്തെ ഓർത്ത്, അവൻ നമ്മുടെ പാപക്കടങ്ങൾ കൊടുത്തു വേണ്ടിയതോർത്ത്, രാമനെ മക്കളാക്കി തീർത്തതോർത്ത്, തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തെ നിറച്ചതോർത്ത്, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഭാഗ്യം തന്നതോർത്ത് നന്ദിയോട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ സ്നേഹം അതെത്രയോ വലിയതാണ്. We love you Lord, we love you Lord, we love you Lord, we worship you, we praise you Lord. Hallelujah, 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 hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചതിനായി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. Hallelujah. Hallelujah. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചല്ലോ. Hallelujah. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ സ്റ്റാൻസിൽ ഓരോ സ്റ്റാൻസിയും ചിന്തിച്ച് പാടിയ ദൈവത്തെ അറിയാതെ ഉള്ളിൽ നിന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ അവൻ്റെ ആത്മാവിനാൽ നമുക്ക് സാധിക്കും. പാട്ടുകാരൻ പറയുന്നത്, യേശു രക്ഷിതാവ് എൻ്റെ സ്വന്തമായതാൽ, ഞാൻ അവൻ്റെ സന്താനമായി തീർന്നതിനാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ. അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ സന്തോഷത്താൽ. നാം സങ്കീർത്തനം വായിച്ചത് തന്നെയാ. ആമേൻ. 10 കമ്പിയുള്ള വാദത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിരത്തെ രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയി തീർന്നതാ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയി തീർന്നതാ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും സന്തോഷത്താൽ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. ഓ രക്ഷദാനമോഹം എത്ര മാധുര്യം, എന്നെ വീണതോ എത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. രക്ഷകനിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നീക്കുകാരന്റെ ഇഷ്ടം മുറ്റുവെപ്പവാൻ. രക്ഷകനിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നീക്കുകാരന്റെ ഇഷ്ടം മുറ്റുവെപ്പവാൻ. നാളത്തിന്റെ അത്ഭുതമാർഗത്തിൽ പാലിക്കുന്ന കൃപയിൽ, നാളത്തിന്റെ അത്ഭുതമാർഗത്തിൽ പാലിക്കുന്ന കൃപയിൽ. ഓ രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണതോ എത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. പോരിൽ ഞാൻ തളർന്നു വീണു പോകയാ, ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായി വാ. പോരിൽ ഞാൻ തളർന്നു വീണു പോകയാ, ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായി വാ. യേശുവേ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയുകേ. യേശുവേ ശക്തി, ഹല്ലേലൂയ, ആത്മാവാൽ നിറയുകേ. ഓ രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണതോ
ഹല്ലേലൂയ. രക്ഷദാനമോ, ഓ രക്ഷദാനമോ ആനന്ദമാകും എന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. എത്രയാശ്ചര്യം, കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. കർത്തൻ സ്വന്തമായി, എന്റെ സ്വന്തമായി ഞങ്ങളെ തീർത്തതിനാൽ രാവിലെ ഞങ്ങളെ കീർത്തിക്കും. രാവിലെ തോറും നിന്റെ, രാത്രി തോറും ഞങ്ങളുടെ വിശ്വസ്തരെ ഞങ്ങൾ വർണ്ണിക്കുന്നു. ഹല്ലേലൂയ. കീർത്തിക്കും ഞാൻ നന്ദിയാൽ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. യേശു രക്ഷിതാവന്റെ സ്വന്തമായതിനാൽ, ഞാൻ അവന്റെ സന്താനമായി തീർന്നതിനാൽ എന്ത് ബോധം എന്റെ അന്തരംഗത്തിൽ ഞാൻ പാടും സന്തോഷത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. We love you Lord. Hallelujah. Praise you Lord, praise you Lord, praise you Lord, praise you Lord. എന്റെ പ്രത്യാശ വർദ്ധിക്കുന്ന കർത്താവേ, സ്വർഗ്ഗേ വന്ന് നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എന്റെ സർവ്വഖേദവും വന്നു തീരും. കർത്തനെ ഞാൻ ബോധാൽ ചുംബിച്ചിടും. ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ. We love you Lord, we love you Lord. ഈ ഭാഗ്യപദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുത്തിയതിനാൽ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, praise you, praise you, praise you, praise you, praise you Lord. Thank you Lord, 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 thank you Lord. നമ്മൾ സ്തുതിക്കുക അവന്റെ സ്നേഹത്തെ ഓർത്ത്, അവന്റെ വിശ്വസ്തതയെ ഓർത്ത്, അവന്റെ പരിപാലനത്തെ ഓർത്ത്, അവന്റെ നടത്തിപ്പുകളെ ഓർത്ത്, കാൽവരി ക്രൂശിൽ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നതോർത്ത്, നമ്മെ അവന്റെ സ്വന്തമാക്കി തീർത്തതോർത്ത്. ഹല്ലേലൂയ. പാടിയതുപോലെ അവിടുന്ന് നമ്മുടെ സ്വന്തമായി മാറിയതോർത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു രക്ഷിതാവന്റെ സ്വന്തമായതിനാൽ ഞാൻ അവന്റെ സന്താനമായി. ഹല്ലേലൂയ. ആ സ്നേഹത്തെയും അവിടുത്തെ ത്യാഗത്തെയും ഓർത്തുകൊണ്ട് തുറന്നും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷാനുഗ്രഹത്തിന് വേണ്ടി ജോസ് പാസ്റ്റർ അതിൽ പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസനായ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം പ്രഭാതത്തിൽ ആലയത്തിൽ അടിയങ്ങൾക്ക് കൂടി വന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ അടിയങ്ങൾക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. താവേ, ഒരു ദിവസം കൂടി അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ തന്നതുകൊണ്ട്, ആമേ, ഹല്ലേലൂയ, സന്തോഷം സമാധാനം നൽകി തന്നതുകൊണ്ട്, ഹല്ലേലൂയ, ഈ പാദപെട്ട ദൈവസന്നിധിയിൽ പാദപെടത്തിൽ ആലയത്തിൽ കടന്നു വരുവാൻ അടിയങ്ങൾക്ക് ഹല്ലേലൂയ നൽകിയതായ അവസരത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഭാഗ്യം എത്രയോ പേർക്ക് ലഭിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആഗ്രഹിച്ചിട്ടും അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് ഹല്ലേലൂയ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അടിയങ്ങളെ യോഗ്യരാക്കി ഹല്ലേലൂയ അടിയങ്ങളെ തീർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. താവേ, ഹല്ലേലൂയ, ലോകത്തിൽ നിന്ന് അടിയങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഹല്ലേലൂയ ആമേ സ്വന്തം പുത്രനാക്കി, ഹല്ലേലൂയ, സ്വന്തം മക്കളാക്കി അടിയങ്ങളെ തീർത്ത കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സ്വന്തം രക്തം കൊണ്ട് അടിയങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഹല്ലേലൂയ, തൻ്റെ മക്കളാക്കി. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ, അവിടുത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആ ഭാഗ്യത്തെ ഓർത്ത്, ആമേ, ഹല്ലേലൂയ, വർണ്ണനെ ഓർത്ത് പാടുവാൻ ദൈവം അടിയങ്ങൾക്ക് അവസരം ഒരുക്കിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ദൈവ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ആദ്യോടന്ത ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കണമേ. ആമേ, തുടർന്നുള്ള ശുശ്രൂഷകളില്, ആമേ, ഹല്ലേലൂയ, നല്ല സാക്ഷ്യങ്ങളില്, നല്ല പ്രബോധനങ്ങളില്, ആമേ, ഹല്ലേലൂയ, നല്ല വചനങ്ങളെ ആമേ അടിയങ്ങൾക്ക് നൽകി തന്ന് അടിയങ്ങളെ ബലപ്പെടുത്തി ശക്തിയോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ മടക്കി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി കടന്നു വന്നവരെ, നാട്ടിൽ നിന്ന് കടന്നു വന്നവരുണ്ടല്ലോ, അവരോട് ഒത്തൊരുമിച്ച് ആമേ ആരാധിപ്പാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കിയനായി ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങളെ കുറവുകളെ ക്ഷമിക്കണമേ, രക്തത്താൽ അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.
അല്പസമയം കൂടി ദൈവസന്നിധിയിൽ നിന്ന് താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ, ആമേ ആത്മാവിന്റെ ശക്തി പ്രാപിപ്പാൻ, വിടുവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിന് സ്വർഗ്ഗമേ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠം നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ മുഖാന്തരക്കായി കർത്താവിന് സ്തോത്രം. Before I go further, I invite our youngsters to come forward. Mark 16:15. And he said to them, Go into all the world and preach the gospel to every creature. Psalms 23, verse 6. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. And church, please pray for me. Tomorrow is my birthday. Romans 5, verse 6. For when we still have without strength, Christ died for the ungodly. But Satan did the Lord is good, but that the man who trusts in him. Our soul waits for the Lord. He is our help and our shield. Romans 5 verse 6. For when we were still without strength, in due time Christ died for the ungodly. Bear with each other and forgive one another. If any of you have a grievance against someone, forgive as the Lord forgave you. Colossians 3 verse 13. I have now been crucified with Christ, and no longer I who live, but Christ lives in me. In the life I now live in the flesh, I live by faith through the Son of God, who loved me and gave himself for me. I do not set aside the grace of God, for if righteousness comes from the law, then Christ died in vain. Galatians 2:20 and 21. Hebrews chapter 13, verse 15. Through him, then, let us continually offer up a sacrifice of praise to God, that is, the fruit of lips that give thanks to his name. Romans 8 verse 1. There is therefore now no condemnation to those who are in Christ Jesus. Hebrews 11 verses 1 and 2. Now faith is confidence in what we hope for and assurance about what we do not see. This is what the ancients were commended for. Get up. Christ.
ഒന്നിച്ച് പ്രാർത്ഥിക്കും. സാമുവൽ ജോഷുവ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കും. ദൈവം തന്ന ദാനങ്ങളാണ്. ദൈവസഭയിലാണ് അവൾ വളരുന്നത്. ദൈവവചനമാണ് അവർ പറഞ്ഞത്. ഹൃദയത്തിൽ നട്ട വചനമായി തീരുവാൻ അവൾ വളരുന്തോറും ദൈവകൃപയിലും ദൈവവചനത്തിലും വളരുവാൻ സഭയായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രിയ സാം പ്രാർത്ഥന സഹായിക്കാം. സ്തോത്രം. Amen. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ദൈവാലയത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മതി. And he entered the synagogue again, and a man was there who had a withered hand. So they watched him closely, whether he would heal him on the Sabbath, so that they might accuse him. ഒരു വാക്യം കൂടെ വായിക്കും. യോബിൻ്റെ പുസ്തകം 40:9. ദൈവത്തിന് ഉള്ളതുപോലെ ആരെങ്കിലും വായിച്ചാട്ടെ. Have you an arm like God, or can you thunder with a voice like his? തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഇത്തോടൊക്കെ ഒന്ന് ഉത്സാഹത്തോടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ എവൻഗേലിയോൻ വായിക്കുമ്പോൾ എന്തോ ഒരു റെസ്പെക്റ്റോടും എന്തോ സാധനം നമ്മളത് കേട്ട ലക്ഷണമേ ഇല്ല. അവൻ പിന്നെയും പള്ളിയിൽ വന്നു. അവൻ പിന്നെയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഇന്നും വന്നു. അവൻ്റെ ആലയമല്ലേ, അവൻ വരാതിരിക്കുമോ? നമുക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവന് താല്പര്യമാണ്. അവൻ പിന്നെയും പള്ളിയിൽ വന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? എപ്പോഴും വരുന്നവനാ. അവൻ പിന്നെയും വന്നു. ഇന്ന് പകൽക്കാലം അവൻ പിന്നെയും വന്നിട്ടുണ്ട്. അവൻ ഭവനങ്ങളിൽ പോയിട്ടുണ്ട്, വഴിയരികിൽ പോയിട്ടുണ്ട്, തടാകത്തിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, പടകിൽ പോയിട്ടുണ്ട്. എവിടെല്ലാം പോയോ അവിടെല്ലാം സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അവൻ എവിടെ പോയോ അവിടെ സാഹചര്യം മാറും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അന്ന് ഇവിടെ അവൻ പിന്നെയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ട് ആരാധിക്കുന്നവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരും.
കണ്ണടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഈ എൻ്റെ അവസ്ഥകൾ മാറിയിടുക, എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഓ എൻ്റെ അവസ്ഥ ചേർന്ന് പാടാം. മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. അതേ കർത്താവേ, ഒരു വാക്കുമതി. ഞങ്ങളുടെ അവസ്ഥകൾ ആരും അറിയുന്നില്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന ആർക്കും അറിയയില്ല. എന്നാൽ ഇന്ന് പകൽ ഒരു വാക്ക്, ഒരു വചനം എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, എനിക്ക് ബലം തരുന്ന, എനിക്ക് സൗഖ്യം കൽപ്പിക്കുന്ന, എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു വചനം എനിക്ക് തരണമേ. ആ കനാന്യ സ്ത്രീ പറഞ്ഞാൽ ഒരു നുറുക്ക് എനിക്ക് തരണമേ. ഐ ജസ്റ്റ് നീഡ് എ ക്രം, ഓ ലോർഡ്. കർത്താവേ, എന്നോട് സംസാരിക്കുമല്ലോ, ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ഹു ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ, സ്ഥിതി മാറ്റുന്ന ദൈവം. ഈ പകൽക്കാലം ഒന്ന് മാറ്റിയത്. ഈ പകൽക്കാലം ആദ്യം വായിച്ച വേദഭാഗത്തിൽ യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അവൻ എപ്പോഴും പള്ളിയിൽ പോകുന്നവനാ. 3.5 വർഷ ശുശ്രൂഷയിൽ അവന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവനെയാണ് എല്ലാവരും ആരാധിക്കുന്നത്. പക്ഷെ അവൻ അവിടെ പോകുന്നവനാ. എല്ലാറ്റിനും മാതൃക കാണിച്ച് ഒരുവനെ നാം പിൻപറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് പകൽ അവൻ ഇവിടെയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ സൺഡേയിലും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെ ഉണ്ടവൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവവചനം ഏറ്റെടുക്കുന്നവൻ്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും. എനിക്കറിയത്തില്ല എന്തോ ചെയ്യാൻ പോകുന്നെന്ന്, പക്ഷേ എനിക്കറിയാം എനിക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം ചെയ്യും. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ സ്ഥിതിക്ക് വ്യത്യാസം ആവശ്യമാണെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുക. സ്തോത്രം. ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ 2 കൂട്ടരെ കാണാം. ഒന്ന് വരണ്ട കൈയുള്ളവൻ, 2 കുറ്റം കണ്ടുപിടിക്കാൻ വന്നവർ, നോക്കി നിൽക്കുന്നവർ. ഇതെല്ലായിടത്തും ഉണ്ട്. ഒരു നല്ല തോന്നണം പറയാം, നിങ്ങൾ എന്നോട് സമ്മതിച്ചെന്നതിൻ്റെ അർത്ഥം. അപ്പം ചോദ്യം, എന്തിനാ വന്നത്? കുറ്റം കണ്ടുപിടിക്കാനാണോ, കാണേണ്ടവനെ കാണാനാണ്? പ്രൈസ് ദി ലോർഡ്. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പിനെ യേശു ഇഗ്നോർ ചെയ്തു.
അവനോട് ചോദിച്ച എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ നീ അങ്ങോട്ട് നോക്കുന്നത്, എന്താ കണ്ണു തുറക്കുന്നിരിക്കുന്നു ചോദിക്കാൻ ദൈവത്തിന് സമയമില്ലെന്നേ. അവൻ വന്ന് അവരെ ഇവരെ നോക്കി കുറ്റം പറയാൻ വേണ്ടി അവൻ വന്ന് അവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാ. ഇന്ന് ഞാൻ പറയട്ടെ, നാം വരുന്നതിന് മുമ്പേ അവനിവിടെ ഉണ്ട്. എന്നറിയാമോ, നമ്മെ പ്രതീക്ഷിച്ചാണ് അവനിവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. ആലയത്തിലല്ല ഭവനത്തിരുന്നാലും ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ദൈവദാസനല്ല ഞാൻ. പക്ഷേ ദൈവജനം കൂടി വരുമ്പോൾ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്. അവിടെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണാം. ദൈവാലയത്തെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിച്ചു മടങ്ങാം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വന്നത് നന്നായി എന്ന് പറയത്തക്ക രീതിയിൽ അങ്ങനെ വേണം മടങ്ങാൻ. അതിന് തയ്യാറായിട്ട് വേണം വരാൻ. കർത്താവേ, എന്നോട് ഒരു വാക്ക് സംസാരിക്കണമേ. സാധാരണ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒരു ദേവദാസൻ സംസാരിക്കുന്നത്, എല്ലാവരോടും ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു നുറുക്ക് നമുക്ക് വേണ്ടി കാണും. അതുകൊണ്ടാണ് ആരംഭം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ചിരിക്കുന്നത് പറഞ്ഞ് എപ്പോഴാണ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതിനെ കയറി പിടിച്ച് ജാഗരിച്ച് പ്രാർത്ഥിച്ചോ ദൈവം പറഞ്ഞാൽ വാക്കുമാറുന്നവനല്ല. സ്തോത്രം. കരത്തിൻ്റെ പ്രത്യേകത, പക്ഷേ ഈ മനുഷ്യൻ്റെ കരം വരണ്ട കരമാണ്. അതിന് ഇംഗ്ലീഷിൽ എന്തുവാ, തിൻ, ഷ്രങ്കൺ, ഇമാസിയേറ്റഡ്, ഇതൊക്കെ ഉണ്ട്. മലയാളം പറയാം. കരിഞ്ഞ, കൊഴിഞ്ഞ, മെലിഞ്ഞ, ശുഷ്കിച്ച, ശോഷിച്ച, ക്ഷീണിച്ച. ഇത് കൈ മാത്രമാണോ? ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് അവരവരെ ഒന്ന് ചോദന ചെയ്യാൻ. ഇത് കൈ മാത്രമാണോ? ഇത് ഒന്നുകൂടെ വായിക്കാം. കരിഞ്ഞ, 2 കൊഴിഞ്ഞ. ഈ കൊഴിഞ്ഞത് എന്തുവാ? അത് നല്ലൊരു ആശയമാണ്. ഞാൻ എൻ്റെ ഒരു ആശയോട് പറയാം. അവൻ ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നത്. ആശ്ചര്യത്താണെങ്കിൽ ഇല കൊഴിയത്തില്ല, എന്നും പച്ചയായിരിക്കും. സിറ്റുവേഷൻസ്, ആ സ്ഥലം മാറുമ്പോൾ ഇല വാടും. അതാണ് ചോദിക്കുന്നത് കൈനെ. അപ്പോൾ ഈ മുഖം വാടിനോട് ഞാൻ ചോദിച്ചില്ലെങ്കിലും ദൈവാലമ ചോദിക്കുന്നത് ഇങ്ങനെ, കൈനെ നിന്റെ മുഖം വാടിയിരിക്കേണ്ടതല്ലോ. എനിക്ക് പ്രസാദമുള്ളത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്റെ യാഗത്തിൽ പ്രസാദിക്കത്തില്ലായിരുന്നു. അപ്പൊ നീ യാഗം കഴിക്കാൻ വന്നതല്ല, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വന്നതാ. ഇന്നത്തെ ആരാധനയിൽ വിടുതലുണ്ട് കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നമ്മൾ പാടി, അനുഗ്രഹിക്കപ്പെട്ട പാട്ട് ഇനിയും പാടും, ഇനിയും ആരാധിക്കും. ഇംഗ്ലീഷും പാടും, മലയാളവും പാടും. പാട്ടിലല്ല ആരാധന ഇരിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ ആരാധന ഇരിക്കുന്നത്. അപ്പോൾ കൊഴിഞ്ഞു. ഞാൻ പറയേ, ഈ സ്ഥലം മാറിയാൽ, ഞാൻ ഇരിക്കുന്ന സ്ഥലമല്ല. ഞാനിപ്പം ഈ പ്രമോദ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എൻ്റെ ദൈവമേ പ്രമോദ് വന്നില്ലയോ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു. അപ്പം ഇരിക്കുന്ന സ്ഥലം മാറുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മെ ആക്കിയെടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? വളരെ സ്ലോയിലാണ് പോകുന്നില്ല, ഇച്ചിരി സ്പീഡിൽ പോവാം. നമ്മെ ആക്കി ആരാമേ, നീ എവിടാന്ന് ദൈവത്തിന് അറിയത്തില്ലേ? അറിയാമെന്നേ. തോട്ടത്തിലല്ല, ഭൂമിയിൽ എവിടാണെങ്കിലും അറിയാം. പക്ഷെ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീയില്ല. ആക്കിയ സ്ഥാനത്ത് നിന്നെങ്കിൽ മാത്രമേ ഇല വാടാതിരിക്കത്തുള്ളൂ. ആത്മാവിൻ്റെ നിറവിൽ നീ ആയിരിക്കണം. ആത്മീയ കൃപകളെ പ്രാപിച്ച് ആ നദിക്കരയിൽ തന്നെ ആയിരിക്കണം. അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഇല വാടത്തില്ല. വാടിയാൽ പിന്നെ മഞ്ഞിക്കും. അല്ല, ആദ്യം നിറം മാറുക, പിന്നെ ഇല വാടുന്നത്. എന്തു ആകട്ടെ, വാടിയാൽ എന്ത് ചെയ്യും? ഇല പച്ചയില പിന്നെ ആദ്യം എന്ത് ചെയ്യും? മഞ്ഞ. നമ്മൾ ചിലരൊക്കെ മുഖം കണ്ടില്ലേ മഞ്ഞ പോലിരിക്കുന്നത്? ഇവിടെ ഈ പീസിൻ്റെ കാര്യമല്ല ഈ ചിലരൊക്കെ മുഖം
ഞാനും കാര്യമായിട്ട് പറയും, ഈ മുഖത്തിൻ്റെ അനുഭാവം മാറുമ്പോഴേ എന്തെങ്കിലും കുഴപ്പടി ഉണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെയല്ലയോ അമ്മാമേ? ഹല്ലേലൂയ. അച്ഛാമ്മയോട് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അമ്മാമ്മയോട് ചോദിച്ചേ. എല്ലാവരും അമ്മാമ്മയെ നോക്കുന്നേ, എന്നെ നോക്കുന്നേ. നല്ലോണം ചിരിക്കുന്ന അമ്മാമ്മയോട് ചോദിച്ചു ഞാൻ. സ്വത്രം. മഞ്ഞയാവും, പച്ചയായിരുന്നു. ഇപ്പം എങ്ങനെയാ മഞ്ഞയായത്? മഞ്ഞ പിന്നെ എന്തോ ചെയ്യും? ഉണങ്ങും. കുറച്ചോട്ട് കഴിയുമ്പോൾ മുടി പൊഴിയുന്നത് പോലെ. പിന്നെ തപ്പി നോക്കിയാലും കാണത്തില്ല. പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ആത്മീയൻ പിന്മാറ്റത്തിൽ പോകുന്നതിൽ ഒരു ദിവസം കൊണ്ടല്ല. ദൈവാത്മാവ് നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നിട്ടും അതിന് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ നീ സ്ഥാനം മാറിപ്പോകും. ഓരോ ആത്മീയൻ മനസ്സിലാക്കണം, ആരാധന അലക്ഷ്യമായി വിചാരിക്കരുത്. നിന്നെ പച്ചയായി നിർത്തുവാൻ ദൈവം ക്രമീകരിക്കുന്ന ക്രമീകരണമാ ദൈവസഭ. മെലിഞ്ഞു, കരിഞ്ഞു, ഞാൻ പറയുന്നത് മെലിഞ്ഞു, പുഷ്ടി പ്രാപിച്ചു, നീതിമാൻ എന്ന് വായിച്ചില്ലയോ? പല പോലെ കണ്ടാൽ എന്ത് നോക്കണം? ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചേ, ഇത് ഇൻട്രൊഡക്ഷനേ ആയുള്ളൂ. കണ്ട ഒരു പുഷ്ടിയൊക്കെ തോന്നണം. എന്തുകൊണ്ട്? എന്തോ കൊണ്ട് വിശേഷിച്ച് പറയുമ്പോൾ തന്നെ ചോദിക്കുന്നവൻ്റെ വിശേഷം പോവും. ഒരു സ്വതന്ത്രം പറയാം, ഞാൻ ഈ പ്രാക്ടിക്കൽ കാര്യമാണ് പറയുന്നത്, ടൈമൊന്നും കളയുമല്ല. ജീവിതത്തിൽ അസമാധാന സാഹചര്യം വരും, നീ നെഗറ്റീവായ ഒരു കാര്യം പറയരുത്. എപ്പോഴും പോസിറ്റീവായിരിക്കണം. ദൈവം കൂടെ ഉണ്ടെന്നേ, ദൈവം സഹായിക്കുമെന്നേ, അവൻ സൗഖ്യമാക്കുമെന്നേ, അവൻ എന്നോട് കൂടെ ഉണ്ടെന്നേ, അത് പറ. ദൈവം പ്രവർത്തിക്കത്തില്ലേ? നിന്റെ സന്തോഷം കുറഞ്ഞു പോകരുത്. ശുഷ്കിച്ച, ശോഷിച്ച, ക്ഷീണിച്ച മതി, ഇത്ര മതി. ഈ അവസ്ഥ മാറ്റുവാൻ കഴിവുള്ളവൻ ഇന്ന് അവൻ പിന്നെയും പള്ളിയിൽ വന്നിട്ടുണ്ട്. അവൻ പിന്നെയും പള്ളിയിൽ വന്നിട്ടുണ്ട്, പിന്നെയും പള്ളിയിൽ. ഞാൻ രണ്ടാമത്തെ വേദഭാഗത്തേക്ക് പോയിട്ട് ആദ്യത്തിലേക്ക് വരാം. ഒരു പക്ഷേ ഇന്ന് പറ്റിയില്ലെങ്കിൽ അതിന് ബാക്കി കണ്ടുകൊണ്ട് പിന്നെ പറഞ്ഞോളാം. ഇയ്യോബിനോടുള്ള ദൈവത്തിന്റെ ചോദ്യമാ. 37 അധ്യായം വരെ ദൈവം പ്രത്യേകിച്ച് ഒരു കാര്യവും സംസാരിക്കുന്നില്ല. മനുഷ്യന്റെ വാക്കുകളുണ്ട്, പിശാചിന്റെ വാക്കുണ്ട്, സ്നേഹിതന്മാരുടെ വാക്കുണ്ട്, ഇയ്യോബ് പറയുന്നതുണ്ട്. ഇത് പറഞ്ഞു എപ്പോഴും ദൈവം മൗനമായിരിക്കും. അവൻ മിണ്ടാതിരിക്കുന്നെന്ന് വിചാരിച്ച് കേൾക്കുന്നില്ലെന്നില്ല കേട്ടോ. നീ ഇവ ചെയ്തുകൊണ്ട് ഒരു സഹോദരനൊക്കെ പറയണേ, ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നീ നിരൂപിക്കും. ദൈവം പറയുവാണേ, നമ്മൾ ദൈവ സാന്നിധ്യം ഇല്ലാതൊക്കെ പോകുമ്പോഴും ഒരു കുഴപ്പമില്ല, നമുക്ക് നോക്കി തോന്നുന്നു പിന്നെയും പോകുന്നേ. പക്ഷെ അവൻ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ച് അവന് ദൃഷ്ടി നിന്റെ മേൽ പതിക്കുന്നില്ല എന്നില്ല. 37 അധ്യായം വന്നപ്പോൾ 38 ആരംഭം ചുഴലിക്കാറ്റ് വരെയായി. എന്താ ഈ ചുഴലിക്കാറ്റ്? നിൽക്കാൻ വൈ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന കാര്യമാ. ഒരു സഹോദരനൊക്കെ പറയണേ, ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു ഇയ്യോബിന്റെ പുസ്തകം, ഈ പുസ്തകത്തിന്റെ കൂടെ 66 കൂടി ചേർത്ത് എന്തിനാ? ഒരു ഭക്തന് അസുഖം വന്നു, നെല്ലിപ്പലക വരെ കണ്ടു, ചൊരിച്ചിൽ വന്നു, അത് വന്നു, മക്കളെല്ലാം പോയി. എന്തിനാ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? അനേക ദൈവഭക്തന്മാർ ഇതേ പാന്താവിൽ കൂടി പോയി അക്കരെ നാട്ടിൽ വിശ്രമിക്കുന്നു. നീയും പോകുന്ന പാന്താവിൽ നീ പരാജയപ്പെടുത്തില്ല, അങ്ങ് ചെല്ലുമെന്ന് പഠിപ്പിക്കാനാ. 38 അധ്യായം ആയപ്പോഴത്തേക്ക് ചുഴലിക്കാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് വിചാരിക്കുക, തെറ്റിദ്ധരിക്കരുത്, ചുഴലിക്കാറ്റ് വരെ ദൈവം വെയിറ്റ് ചെയ്തു.
അനുഭവസ്ഥർക്ക് മാത്രമേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഒന്നിനുമില്ലാതെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രസംഗിക്കാൻ ഈസിയാ, കേൾക്കാൻ സ്തോത്രം പറയാൻ ഈസിയാ, പോകുന്നവർക്കറിയാം. ചുഴലിക്കാറ്റിന്റെ അനുഭവം 1 മുതൽ 37 വരെ നോക്കിയേ, വായിക്കണ്ട. എത്രയോ സാഹചര്യം. തുടക്കം എവിടുന്ന ഭാര്യ, ജീവിത പര്യന്തം മുഴുവൻ ഒന്നിച്ചു കൂടെ ഏത് സാഹചര്യത്തിലും ഇരിക്കാമെന്ന് ഉഭയസമ്മതം ചെയ്ത വ്യക്തി. അടുത്ത സ്നേഹിതന്മാർ. ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അറിയാതെ ഇയ്യോബും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം അത് മുഖത്താവിൽ എടുത്തിട്ടില്ല. ഒരു സ്തോത്രം പറയാമോ? ഇത് ഇയ്യോബ് മാത്രമല്ല, നമ്മളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം മുഖതാവിൽ എടുക്കാത്തതിനാൽ സ്തോത്രം. ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഇയ്യോബേ, ഒന്ന് വായിക്കാമോ? നീ ഒന്ന് ആറമുറിയിക്കേ. നീ ലൂജായിട്ടൊക്കെ ഇരിക്കാതെ ഒന്ന് ആറമുറുക്ക്. അടുത്തത്. അപ്പോൾ നീ ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറയരുത്. മനസ്സിലായോ? അതെന്താ? ഇനി എൻ്റെ തലവിധി ഇങ്ങനായിരിക്കും. ഇനി ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. പോസിറ്റീവ് പറയാൻ പറ്റിയില്ലെങ്കിൽ നെഗറ്റീവ് പറയരുത്. ഒരു ഏറ്റെടുത്തൊരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. നമ്മൾ പറയുന്നത് എൻ്റെ ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്നല്ല ചോദിക്കുന്നേ. അപ്പൊ ഒരു കാര്യം നിന്റെ ജീവൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച അവൻ സൗഖ്യദായകൻ അല്ലെന്ന് വരുന്നോ? നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ല എന്ന് വിചാരിച്ച അവൻ വാതിൽ തുറക്കാത്തവനാണോ? ദാവീദിന്റെ താക്കോൽ അവന് പക്കലില്ലേ? മരണത്തിന്റെയും പാതാളത്തിന് താക്കോലുള്ളവനാണ് നാം ആരാധിക്കുന്ന ദൈവം. മൗനമായിരുന്നാലും അതിൻ്റെ അകത്തുകൊണ്ട് അവൻ മൗനമായിരുന്നാലും അവന് സാന്നിധ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്ലാൻ നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യും. മുന്നോട്ട് പോട്ടെ. നീ പുരുഷനെ പോലെ അരമുറുക്കുന്നേ. അതിന് മുമ്പ് പക്ഷേ ഒരു വാക്കുണ്ട്. അറിവില്ലാത്ത ഈ അറിയാതെ ഒന്നും ദൈവത്തോട് പറയരുത്. പറഞ്ഞാൽ എന്താ പറയുന്നത്? ആലോചനയെ ഇരുളാക്കുക. ഞാനൊരു വേദഭാഗം പണ്ടൊരു ടോപ്പിക്ക് പ്രസംഗിച്ചായിരുന്നു. ദ ലൈറ്റ് ഓഫ് ദ വേർഡ്, ദൈവവചനത്തിൻ്റെ വെളിച്ചം. ഉദാഹരണം എന്താ പറഞ്ഞ അറിയാമോ? 4-ാം ദിവസം ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും സൃഷ്ടിച്ചത്. ഇന്ന് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രനും ഇല്ലെങ്കിൽ കൂരിട്ടായിരിക്കും. പക്ഷേ 1, 2, 3 ദിവസം വെളിച്ചമുണ്ടായിരുന്നു. എന്തുവാ? വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള വചനം വെളിച്ചമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ വെളിച്ചമുണ്ടെന്നേ. ഇത് അന്ധകാരത്തെ ഓടിക്കുന്ന വചനമാ. ഏത് കുടുംബത്തിൽ അന്ധകാരമുണ്ടോ ഇത് മതി, ഇത് മതി, ഇത് മതി, വെളിച്ചം വരും. ഇതിന് മുൻതൂക്കം കൊടുക്കുന്ന ഭവനത്തിൽ ഇരുട്ട് നിൽക്കത്തില്ലെന്നേ. സ്തോത്രം. അതുകൊണ്ട് ദൈവാലോചന, അഭിപ്രായങ്ങളല്ല ഞാൻ പറഞ്ഞത്, ആലോചന. എപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയട്ടെ, 1000 അഭിപ്രായങ്ങളെക്കാൾ ഒരാലോചനയ്ക്കാ വരാ. നല്ല അഭിപ്രായം. ഇന്നലെ വായിച്ച സങ്കീർത്തനം ദാവീദ് മിക്കവാറും രോഗിയായി മരണത്തോടടുത്ത് മരണവാശങ്ങൾ, പാതാള വേദനകൾ എന്നെ പിടിച്ചു. But he lifted me up. നീ ഇടയാക്കിയില്ല, ശത്രു പറഞ്ഞതാ, ഇവൻ പോയി.
അത് ആലോചനയല്ല, അഭിപ്രായമാണ്. അവനെ സുഖമില്ലാതെ കിടക്കുന്ന ദാവീദിനെ വിസിറ്റ് ചെയ്തിട്ട് അവന് വേണ്ടി എൻ്റെ ഭാഷയിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ തമ്മിൽ പറഞ്ഞതാ, ഇവൻ മിക്കവാറും ഈ പ്രാവശ്യം തട്ടിപ്പോകും. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൽ ഒരാൾ ഡൽഹി വന്ന് ഞങ്ങളോട് പ്രവർത്തിക്കാൻ. ഡൽഹിയിലെ ഒരു മഹാനായ ദേവദാസൻ പറഞ്ഞു, മാത്യുവിൻ്റെ അടുക്ക് പോകരുത്, പുള്ളിക്ക് ഈയിടെ ഒരു അറ്റാക്ക് വന്നതേ ഉള്ളൂ, അധികം ആയുസില്ല. നടന്ന കാര്യം ഒട്ടും കൂട്ടി പറയല്ല. ആ പറഞ്ഞ പുള്ളി ഇന്ന് ലോകത്തിലില്ല. ഞാൻ അദ്ദേഹത്തെ ദൈവം വിളിച്ചുകൊണ്ട് ആ വിഷയമല്ല ഞാൻ പറയുന്നത് തീരുമാനിക്കുന്നു. നമ്മുടെ ആയുസ് അവൻ്റെ കയ്യിലാണ്. എന്ന് വരെ ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. മരണത്തിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാന്നേ. ഡോക്ടറുടെ കയ്യിലൊന്നും ദൈവം കൊടുത്തിട്ടില്ല. എല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടർ ഇതുവരെ ഭൂമിയിലുണ്ടായിട്ടില്ല. അതും വേണമല്ലോ. എല്ലാ ഏരിയയിലും കണ്ണുകാരൻ്റെ അടുത്ത് എല്ല് കൊണ്ടുപോയാൽ പറ്റുവച്ചാ ഓടിയോ? ഹല്ലേലൂയ. എല്ലാണോ പല്ലാണോ ഹൃദയമാണോ ത്വക്കാണോ എല്ലാത്തിനും ഒരു ഡോക്ടർ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. എല്ലാം കൂടെ ചേർന്ന് ഒരു രോഗം, പാപരോഗം. ഓ, ഏറ്റവും വലുത് അതാകട്ടോ. ഇതിലും ഇനിയും ദോഷമായതൊന്നും ചെയ്യരുതെന്ന് ഒരുത്തോട് പറഞ്ഞു. 38 വർഷമേ കുളക്കരയിൽ കിടന്നിട്ട് സൗഖ്യമായി. ഇനിയും നീ ഈ 38 ഇനി എന്ത് ദോഷമാ? അതല്ല പറഞ്ഞ്, നിത്യ നഷ്ടപ്പെടരുത്. നീ പാപം ചെയ്യലെന്നാ പറഞ്ഞേ. 38 വർഷം നീ പോയ സാഹചര്യം മറക്കുക. പക്ഷെ നിനക്ക് ലഭിച്ച വിടുതൽ, ഇനി നീ പുറകോട്ട് പാപം ചെയ്യരുതെന്ന്. ഇതിനേക്കാളും അധപ്പതനം, നിത്യത നഷ്ടപ്പെട്ട് കളയരുത്. ദൈവമക്കളെ, നിങ്ങൾക്കൊരു സഭ ദൈവം ഒരുക്കി തന്നത് നിത്യതയ്ക്ക് വേണ്ടി കരുതാനാ. വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കൂടെ വേണം കേട്ടോ. അവർക്ക് കൊടുത്ത ദൈവവചനം, ദൈവാത്മാവ് മാർമിക വിഷയങ്ങൾ സംസാരിക്കുന്ന ദൈവമാ. ഞാൻ മുൻപോട്ട് പോട്ടെ. അതുകൊണ്ട് നമ്മളെ സംസാരം കൊണ്ട് ഈ വചനമാകുന്ന വെളിച്ചത്തിൻ്റെ മേൽ ഇരുട് വ്യാപരിക്കരുത്. നിന്നോട് ദൈവം ഒരു കാര്യം, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ ഭവനത്തിന് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞാൽ, അഭിപ്രായമല്ല ദൈവാലോചന പറഞ്ഞാൽ, അതുകൊണ്ട് ഓരോ ഭക്തനും എന്നോടുള്ള ആലോചന എന്തെന്ന് കാതുകോർത്തിരിക്കണം. കാതുകോർത്തിരിക്കണം. അതേ കയറിയെങ്കിൽ പിടിച്ചോ. ദൈവം വിശ്വസനാണെന്നേ. ദൈവം വിശ്വസന. പ്രൈസ് ദി ലോർഡ്. ആലോചന ഇരുളാക്കരുത്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഒത്തിരി ചോദ്യമാ. എൻ്റെ കുഞ്ഞെ, നീ ഇത്ര വലിയ കാര്യമൊക്കെ പറയുന്നല്ലോ. ഈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടായിരുന്നു? നമ്മളൊക്കെ ചിലരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ഇനി പഠിക്കാവൊന്നുമില്ലെന്ന് തോന്നും. അതുപോലെ നോളജാ. സ്കൈലാവ് മുതൽ പക്ഷേ ചോദിക്കുന്നവൻ ചോദിച്ചാൽ ചൂളിപ്പോകും. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടായിരുന്നു? വനത്തിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? കാക്കക്കുഞ്ഞിന് തീനെത്തിച്ചു കൊടുക്കുന്ന ആരാ നിനക്കറിയാമോ? സിംഹിയും കുഞ്ഞുങ്ങളും ഗുഹയിൽ കിടന്ന്
കിടക്കുമ്പോൾ അവയ്ക്ക് ഇര കൊടുക്കുന്ന ആരാന്നറിയാമോ? ദൈവമക്കളെ, ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു സന്തോഷത്തോടൊക്കെ ഇരുന്ന് ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതേ. എൻ്റെ അവസ്ഥകൾ മാറ്റാൻ ഇവന് കഴിയും. എൻ്റെ സാഹചര്യം മാറ്റാൻ ഇവന് കഴിയും. എൻ്റെ ഭവനത്തിന് വിഷയം മാറ്റാൻ ദൈവത്തിന് കഴിയും. എൻ്റെ തലമുറയ്ക്ക് വിഷയം മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നേ. നീ പിന്മാറി പോകരുത് മാത്രമേ ഉള്ളൂ. നിൽക്കേണ്ട അടുത്ത് നിൽക്കണം. അങ്ങനെയുള്ള ചോദ്യത്തിന്റെ ഇടയ്ക്കൊരു ചോദ്യമാ യഹോവയുടെ ഭുജം. ദൈവത്തിനുള്ളതുപോലെ അപ്പൊ നിനക്കും ഉണ്ട് ഭുജം. അത് വരണ്ടിരിക്കുക. അതാ 3 വായിച്ചത് മാർക്കോസ്. പക്ഷെ അവൻ പള്ളിയിൽ വരും. ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? ആ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് വാ. ഇനി 10-15 മിനിറ്റ് ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിനുള്ളതുപോലെ ദൈവത്തിന്റെ ഭുജമേതാ? മോനെ വന്നിട്ടേ പെട്ടെന്ന് പറയാം. മുമ്പേ ഞാൻ വന്നല്ലേ ഇവിടെ കണ്ട്. ഇത് പണ്ടത്തെ പ്രസംഗം വെച്ചാൽ ഈ ഇപ്പം പറയാൻ പോകുന്നത്. അത് പണ്ടില്ലാത്തവർക്ക് വേണ്ടത് പറയണ്ടായോ? നിങ്ങൾ വേണം ഭാഷേ. ഈ കരവാരാ? അയ്യോ, സൂര്യൻ താപം കൂടിയപ്പോൾ പൊട്ടിത്തെറിച്ച് ഉണ്ടായ ഭൂമിയല്ല. ചെടിവെള്ളം കൂടിക്കിടന്ന് അമീബ ഉണ്ടായി, അവിടുന്ന് വാൽത്തവള ഉണ്ടായി, കരക്കേറി വാൽ മുറിഞ്ഞ് നേരെ നിന്ന് കുരങ്ങായി, കുരങ്ങിന്റെ വാല് പോയി മനുഷ്യനായി. എൻ്റെ അപ്പൻ കുരങ്ങാണെന്ന് പറഞ്ഞ എത്ര അഭിമാനമായി എൻ്റെ അപ്പൻ ദൈവമാണെന്ന് പറയാൻ. ഇത്ര ബുദ്ധിഹീനായ മനുഷ്യൻ. ഈ വാക്യം ഒന്ന് വായിക്കണോ അറിയില്ലോ? പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് വായിച്ചേ. ഞാൻ യഹോവയുടെ ഭുജം അവൻ ഇന്നോട് വന്നിട്ടുണ്ട്. അവൻ പള്ളിയിൽ വന്നിട്ടുണ്ട്. എന്തുവാ? എല്ലാം സൃഷ്ടിച്ചവൻ നിന്നെയും സൃഷ്ടിച്ചവൻ ഇവിടെയുണ്ട്. ഒരു മിഷനും കണ്ടുപിടിക്കാത്ത MRIയോ എന്തെങ്കിലും ആയിട്ട് സ്കാനോ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവന്റെ കരവ, ഹിസ് ഹാൻഡ്, അവന്റെ ഭുജമായി എന്നെ സൃഷ്ടിച്ചത്. എത്ര സന്തോഷമുള്ള വാക്യമല്ലയോ? ഇനിയും ആ സൃഷ്ടിച്ച കരം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും. പക്ഷെ മാനവകുലം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഏത് കരം സൃഷ്ടിച്ചോ ആ കരം വീണ്ടെടുത്തു. കമോൺ ഒരു നല്ല സഹോദരനൊക്കെ പറഞ്ഞേ. നിന്നെ സൃഷ്ടിച്ചിട്ട് വെറുതെ വിടുന്നവനല്ല. നിന്റെ വിഷയത്തിൽ അവൻ കൺസേൺഡാ. ഈ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാണ് ഇടുമ്പോഴത്തെ. അതിനാ ഈ വാക്യം ഇതൊക്കെ ഇടുന്നൊന്ന് വാക്യം എടുത്ത് വായിക്കാൻ വേണ്ടിയാ. ബൈബിൾ കൊണ്ടുവരാത്തവർ എടുക്കേണ്ട വാക്യം വായിക്കുകയും വേണ്ട. ഒന്നര വായിച്ചു. പക്ഷേ തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ, ഏതാ ജനം? മതി. ഏത് കൈ കൊണ്ട് സൃഷ്ടിച്ചോ ആ ജനം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ജനം പാപം ചെയ്ത് ദൈവദേശത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ കാൽവറിയിൽ കരം നീട്ടി. തെളിവുണ്ടോ? 53:1 പെട്ടെന്ന് വായിച്ചോട്ടെ. ഐസയ
അതെ, അത് തന്നെ. യഹോവയുടെ ഭുജം. എവിടാ? എന്തുവാ അത്? കാൽവരി. യേശുവിന്റെ കാൽവരി മരണത്തിന്റെ പിക്ചറാണ്. കാൽവരിൽ കിടക്കുന്നത് മാനവജാതിയുടെ ഉദ്ധാരണമാ, ദൈവ സ്നേഹത്തിന്റെ പ്രതീകമാ. യെശയ്യാവ് പറയുന്നു അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഭുജമാ. മനസ്സിലായവർക്കായി സ്തോത്രം. നിന്നെ സൃഷ്ടിച്ചവൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ ഓർക്കുന്നുണ്ടോ? ഈ കയ്യുടെ മുറിവ് നിനക്ക് വേണ്ടി നീട്ടിയതാ. ദൈവം വീണ്ടെടുപ്പിനെ ഓർത്താൽ കണ്ണ് നിറയാതിരിക്കത്തില്ല. ഭാവിയായി എന്നെ ഉദ്ധരിക്കാൻ ദൈവസ്നേഹം ദൂരെയായി തന്നെ കാൽവരിയിൽ നീട്ടിയ ഭുജത്താൽ അപ്പനോട് അടുപ്പിച്ചതായ ദൈവത്തിന്റെ സ്തോത്രം. 77:15 വീണ്ടെടുക്കുന്ന കരം, വഹിക്കുന്ന കരം. ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് പറഞ്ഞു പോലെ ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും സന്തോഷത്തൊക്കെ ഇരുന്നാട്ട്. ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് ചിലരുടെ മുഖം വാടിയിരിക്കുന്നത് കൊണ്ട്, ചിലർ ഉറങ്ങുന്നത് കൊണ്ടൊക്കെയാ. വായിച്ചു പക്ഷേ. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അയ്യോ, എവിടാ നമ്മള്? എല്ലാവരും പറഞ്ഞില്ലല്ലോ, സംശയമാണെന്നൊക്കെ അറിയാം. ഈ പീസിലെ ബെഞ്ച് ഇതിന്റെ ഭാഷ പറയുന്നത് കീഴായിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു ഈ പീസിലെ? അവന്റെ തൃക്കൈയിലായിരിക്കുന്നത്. ഈ ബോധ്യമുള്ള ദൈവത്തെ ശ്രദ്ധിക്കാമോ? ആരാ അവന്റെ? ആരായിരിക്കുന്നേ? സകല വിശുദ്ധന്മാരും അവന്റെ തൃക്കൈയിലിരിക്കുന്നു. ഓഹോ, 1:31 തോന്നുന്നു. വായിക്കാമോ അതിന്റെ? ഡിട്രോണോമി. ഇങ്ങനെ അകത്തോട്ട് വരാൻ പറഞ്ഞിട്ട് ആരോ വാക്ക് ഇങ്ങനെ നോക്കുന്നു. ആരെങ്കിലും ഒന്ന് പോകുന്നേ. ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ കമോൺ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉറക്കെന്ന് പറഞ്ഞേ. കഴിഞ്ഞ 40 വായിച്ച പക്ഷേ ആരെങ്കിലും വായിച്ചേ? ആരാ വായിച്ചത്? എല്ലാ വഴിയിലും. എവിടാ? ഉയർച്ചയിലും താഴ്ചയിലും രോഗക്കിടക്കയിലും ജോലി സ്ഥലത്തും. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും എങ്ങനാ ഒരു പിതാവ് തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ തൻ്റെ ഉള്ളങ്കയിൽ വഹിച്ചിരിക്കുകയാണ്. വായിപ്പിക്കുന്നില്ല. അതുകൊണ്ട് താഴോട്ടുള്ള 8-ാം അധ്യായം വരുമ്പോഴത്തേക്കൊണ്ട് അതുകൊണ്ടാ കാല് വീങ്ങിപ്പോകാഞ്ഞത്. ചെരുപ്പ് തേഞ്ഞില്ല. മരുഭൂമി നടന്നാൽ തേയുമോ? തേയുമെന്നേ. വസ്ത്രം ജീർണിച്ചു പോയില്ല. മരുഭൂമി നടന്നു പോയിക്കേ. ഗൾഫിൽ നിന്ന് വന്നോളൂ ഇവിടെ പറഞ്ഞുള്ളത്. ഒന്നും ഞങ്ങൾ ഡൽഹിയിൽ ഒരു വെള്ളയുടുപ്പിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ കറുത്തിരിക്കും. പൊല്യൂഷൻ. 40 വർഷം കാൽ ചവിട്ടി മണലിൽ നടന്നു. ദൈവം പറയാൻ നടന്നില്ല, ഞാൻ വഹിച്ചിരിക്കുകയായിരുന്നു. സമയമില്ലെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടട്ടെ? പാട്ട് പാടുന്നില്ല, പ്രസംഗിക്കുന്ന ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ അവനുള്ളം ഞാനവനുള്ളം
കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം എനിക്കു തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഓ എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സൃഷ്ടിക്കുന്ന കരം, അതേ കരം, യഹോവയുടെ ഭുജം നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ചോദ്യമാ. വരണ്ട കൈ അവിടെ ഇരിക്കട്ടെ, ദൈവികമായി അടുത്ത ദിവസങ്ങൾ പറയാം. ഇത് ഇൻട്രൊഡക്ഷൻ. യഹോവയുടെ ഭുജം ഒന്ന്, സൃഷ്ടിക്കുന്ന കരം; രണ്ട്, വീണ്ടെടുത്ത കരം; മൂന്ന്, നാല്, ഒത്തിരി ഉണ്ടല്ലോ. ഇതല്ല, ഒത്തിരി കാണിച്ചാൽ ബുദ്ധിമുട്ടായി, ഇപ്പോഴേ ഉറങ്ങിപ്പോ. ഈ ഇപ്പം ഇരിക്കുക, ഇപ്പം ഇരിക്കുക, ഞങ്ങൾ പറയുന്നത് ഇപ്പം ഇരിക്കാൻ വേണ്ടി വേണം, നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാ. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് ഡ്രൈവ് ചെയ്ത് പോയി. 3500 കിലോമീറ്ററാണ്. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ അവിടെ 3500 എഴുതിയിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു. 20 പൽവൻ, അതിന് അവിടെ ചെല്ലുമ്പോൾ 20 മധുര, അവിടെ ചെല്ലുമ്പോൾ 15 ആഗ്ര. പ്രൈസ് ദി ലോർഡ്. ഈ 15, 20 കാണാൻ വലിയ സന്തോഷമാണ്. പക്ഷേ എത്ര പോകണം? ജയസനൊക്കെ ചിരിക്കുക, ഈ പുള്ളി ഇരിക്കുമെന്ന് അറിയത്തില്ലെന്ന്. ഞങ്ങൾ ഇപ്പം ഇരിക്കാന്ന് പറയും, ഞങ്ങൾ ഇരിക്കാൻ തോന്നിയാണ്. നിങ്ങൾക്കൊരു സന്തോഷത്തിന് പറയല്ലേ. ശത്രുക്കളെ ചിതറിക്കുന്ന കരമാന്നേ. ഇത് എവിടുത്തെ കാര്യമെന്ന് എഴുതിയെന്നറിയാമോ? ചെങ്കടല്. ശത്രുവിൻ്റെ ആശ അവനെ പിടിക്കും, അവനെ പിന്തുടരും, അവനെ പിടിക്കും. നിന്നെ മുൻപോട്ട് വിടാതെ നിന്നെ പിടിച്ച് പിന്നോക്കം കൊണ്ടുവരുന്ന പൈശാചികന്റെ ആശ. നമ്മളതിന് വശംബദരാകരുത്. നീ പിന്നോക്കം പോകുന്നവന, മുൻപോട്ട് യാത്ര ചെയ്യുന്നവനാ. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? നീട്ടിയ ഭുജങ്ങളുടെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്തു. ഏതു മോശയെ നദിയിൽ അല്ലെങ്കിൽ കൊല്ലാൻ തീരുമാനിച്ചു, നദിയിലിട്ടൊക്കെ, ആ ശത്രുവിനെ ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞു. നിനക്ക് വേണ്ടി നിന്റെ സൈഡിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആരാ? സൃഷ്ടിച്ച കരം, വീണ്ടെടുത്ത കരം, വഹിക്കുന്ന കരം, ശത്രുക്കളെ ചിതറിക്കുന്ന കരം. പിന്നെ ഇതൊന്ന് വായിച്ചോ 89. എൻ്റെ കൈ, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ബലം വേണോ? അവൻ്റെ കയ്യിൽ ആശ്രയിച്ചു. എത്ര വലിയവനും ക്ഷീണിച്ചു പോകും. എനിക്കിനിയും ആത്മഹത്യ ചെയ്യാൻ വയ്യ. ഇപ്പോഴെ ജീവിച്ചിരിക്കണ്ട. ആത്മഹത്യ പാവമാണ്, ഞാൻ എൻ്റെ ജീവനെ ഒടുക്കത്തില്ല. പക്ഷേ എനിക്കിനിയും അതിനൊരു റീസൺ കൂടെ ഉണ്ട്. ഞാൻ തന്നെ ഉള്ളു. ഈ കിടന്ന വായ കീറിയിട്ടും ആരും ഒരു അനക്കവും ഇല്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. പാപം ഞങ്ങളോട് ദൈവം ക്ഷമിക്കട്ടെ.
നിങ്ങൾ നല്ല സ്വതന്ത്രം പറഞ്ഞു. നിങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞേ. ചിലർക്ക് പറയും നമ്മൾ മാത്രമേ ഉള്ളൂ പെന്തിക്കോസ്. അല്ല, സത്യത്തിലും ആത്മാവിലും ദർശനമുള്ള അനേകർ ദേശത്തുണ്ട്. സ്തോത്രം. ഞാൻ സംഘത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സഭയുടെ കാര്യമാണ് പറഞ്ഞത്. 120 പേരുടെ സംഘം. പെന്തിക്കോസ് നാൾ ആ സംഘം സഭയായി മാറി. പറഞ്ഞ് മനസ്സിലായോ? ആത്മാവിൻ്റെ ആരാധനയും ആത്മാവിൻ്റെ അഭിഷേകം ഉള്ളതാണ് ദൈവസഭ. അല്ലാത്തല്ല സംഘമാണ്. അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം, ആ വേർഡ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. 120 പേരുടെ ഒരു സംഘം. പെന്തിക്കോസ് നാളിൽ ആത്മാവിൻ്റെ അഭിഷേകം പറയുമ്പോൾ ദൈവസഭയായി മാറി. അവിടെ വിശുദ്ധിയിലും വേർപാടിലും ദർശനത്തിലും ആത്മാവിനും നിറവിലും ആരാധിക്കുന്ന ജനമുണ്ട്. ബലപ്പെടുത്തുന്ന കരം. എനിക്കിനിയും ജീവിക്കണ്ട. വിവരമറിഞ്ഞിട്ട് ചൂടുള്ള അടയും. എന്താ കുറവെന്നുള്ളത് അറിയുന്ന ഒരുവനുണ്ട്. വേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത 40 രാവും 40 പകലും ആ ബലത്തോടെ ഓടി. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ബലത്തോടെ ഓടി. നമുക്ക് ബലം തരുന്നത് ദൈവവചനമാണ്. സ്തോത്രം. ദൈവവചനമാ. ഇന്ന് പാടുന്ന ഒരു പാട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പാടുന്നതായിരിക്കും ഈ ഭാഗത്ത്. പെട്ടെന്ന് ഇത് നിർത്തിയിട്ട് ഞാൻ പോകത്തുള്ളൂ. ശിക്ഷിക്കുന്ന കരം. ഏത് കരമാണ് ശിക്ഷിക്കുന്നത്? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ട്? ആ, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട്? ആ, സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുമെന്നേ. ആ, ഒരു സ്വതന്ത്രമൊക്കെ പറഞ്ഞേ. ശിക്ഷിക്കുക, തല്ലുക, ഇതൊക്കെ ആവശ്യമാണോ അല്ലയോ? അയ്യോ, അതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞോ മറ്റൊരാളുടെ പേര് പറയുന്നില്ല. ആ കുഞ്ഞോട്ട് ഇങ്ങനെ കാണിച്ചാൽ പിന്നെ എന്നെ മുണ്ടത്ത് അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കാറേ ഇല്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമാണോ? ഇവാന മാത്രമാണോ ഈ സ്വഭാവമുള്ളത്? ഒന്ന് പറഞ്ഞേ. യു ഗോയിൻ ബി ബ്ലസ്ഡ്, യു ഗോയിൻ ബി ഹീൽഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പാസ്റ്റർ കുഞ്ഞെ അത് ശരിയല്ല. വേണ്ട, പ്രൈസ് ദി ലോർഡ് വേണം, ഞാൻ പോവാ. സ്വതന്ത്രം പറയണേ. ശിക്ഷിക്കുന്ന കരം, ഉയർത്തുന്ന കരം. അത് വായിക്കണ്ട. തത്സമയത്ത് താണിരുന്നാൽ മതി. ഞാൻ ഇങ്ങനൊന്നും ആരോടും പറയണ, താണിരുന്നാൽ മതി. സമയത്തിന് ഉയർത്തും. ഞാൻ ഒരു കാര്യം പറഞ്ഞ് വാക്ക് വെച്ചെടുക്കാം. ലോകം നിന്നെ ഉയർത്തിയാൽ ആ കൈ കൊണ്ട് തന്നെ അത് താഴെ ഇടും. കഴിഞ്ഞ 48 വർഷമായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ആരും ഉയർത്തിയാവട്ടെ ഉയരത്തിലുള്ള താഴ്ത്തിയോട് താഴ്ത്തുമില്ല. എന്നാൽ സമയമാകുമ്പോൾ തക്ക സമയത്ത് ദൈവം ഉയർത്തിയാൽ ലോകം മാനിച്ചേ മതിയാകും. ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. തൻ്റെ ആലോചനയാൽ എന്നെ നടത്തും. എവിടം വരെയാ? മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ. ഇത് ഇൻട്രൊഡക്ഷൻ ആയുള്ളൂ കേട്ടോ. വരണ്ട കൈ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ നിന്റെ കൈക്ക് പിടിച്ചെങ്കിലും? ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം. അതും ലിമിറ്റുണ്ട്. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നവരെ. ശ്രദ്ധിക്കണേ. പക്ഷെ ഇവൻ
മരണത്തിനപ്പുറത്തും കൈവിടാത്തവനാ. യഹോവയുടെ ഭുജം നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അവൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഹൃദയം ഭാരപ്പെട്ടു പോയ ഒരു ഭക്തനോട് ദൈവം പറയുക, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. എൻ്റെ ആലോചനയാൽ. പക്ഷെ ആ പാട്ട് പാടണ്ട, വേറൊരു പാട്ട് പാടാം. ഏതാ? പാടിൽ പാടും. നമുക്കൊന്ന് എഴുന്നേക്കാം. സോറി ഉണ്ടേ, ഞാൻ പാസ്റ്റർ പറഞ്ഞ പാട്ടിൻ്റെ അവരോട്ട് വന്നില്ല. എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. നീ വഴുവഴുപ്പിൽ നിൽപ്പാൻ. ശ്രദ്ധിച്ച മെസ്സേജ് കഴിഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കാല് സ്ലിപ്പറിയിൽ ആണെന്ന് തോന്നിയ സന്ദർഭമില്ലേ? ഉണ്ടെന്നേ. തവേ വിശ്വാസ ജീവിതത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട് ചിന്തിച്ച സന്ദർഭമില്ലേ? ഒന്നും ചെയ്യാത്തവന് ഒരു കുഴപ്പവുമില്ല. കർത്താവിനെ ഭക്തിയോട് സേവിച്ചിട്ടും എനിക്കൊരു വിടുതലല്ലോ ചിന്തിച്ച സാഹചര്യമില്ലേ? അവന്റെ കരമാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഒരു ഭക്തൻ ചെയ്ത് കേൾക്കണമോ? ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് ചെന്നു. അവൻ പിന്നെയും ഇന്നിവിടെയുണ്ട്. അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്നു. അവൻ പിന്നെയും ഇവിടെയുണ്ടെന്ന്. Go to him, go to him, go to him. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. അവിടെയും കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരുവൻ. ഈ പാലിൽ പാർക്കുന്ന ഒരു അല്പായുസ് പാദങ്ങൾ ഇടറുവാൻ സാധ്യതയുണ്ട്. അറിയാൻ പാട്ട് ശ്രദ്ധിച്ച് ചേർന്നൊന്ന് പാടാം. പാർക്കുമൽപായുസ്സിൽ ഭാരങ്ങളധികം വേണ്ടിനീ കാരീരും പാണിയേറ്റവൻ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ഓ ഞാനൻ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ഓ എനിക്കായി പിളർന്ന പാറമേ. തീരം വിട്ടു ഞാൻ പോകുമ്പോൾ അടകിൽ ഞാൻ ഏകനാ. ആശയെന്നു തോന്നുമ്പോൾ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പ്രിയന്റെ സ്വരം കേൾക്കും. ചാരത്തുണ്ടെന്ന് ചാരത്തുണ്ട് നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ദുഃഖങ്ങളേറുമ്പോ പീഡകളേറുമ്പോ
യാന്ത്രങ്ങൾ താണ്ടിലും യാത്രയിലും പ്രിയത്തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരു സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരു സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സരപ്പടികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകൾ പാടും ഞാൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകൾ പാടും ഞാൻ ആരിൽ പാടുകൾ വായിച്ചു ആരങ്ങളധികം പാടിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ജ്ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ ജ്ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. Hallelujah. Thank you, Lord. Hallelujah. Praise you. Praise you.